ആനന്ദ സാഹുവിന് നല്ലപോലെ ഓർമ്മയുണ്ടാവും ഈ CM രവീന്ദ്രൻ എന്നാണ് ഇവിടെ വന്നത് എന്ന്. CM രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പാസ്സായില്ലെന്നാണ് കേൾക്കുന്നത്. CM രവീന്ദ്രൻ ഇവിടെ വന്നത് 1980-ലാണ്. ആനന്ദ സാഹുവിന്റെ കൂടെ അന്ന് പ്രവർത്തിച്ചിരുന്ന, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പിന്നീട് ചവിട്ടി പുറത്താക്കിയിട്ടുള്ള PV കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന LDF കൺവീനറിന്റെ ഒരു കയ്യാളായിട്ട് വന്ന ഒരാളാണ് ഈ CM രവീന്ദ്രൻ. ഈ CM രവീന്ദ്രൻ, ഞാൻ ആനന്ദ സാറിനോട് ഞാൻ പറയുന്നു, 1980-ൽ വരുമ്പോൾ ഒഞ്ചിയത്തൊരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ CM രവീന്ദ്രന്. പെട്ടിക്കട. ആ പെട്ടിക്കട മാത്രമുള്ള ആ 10ാം ക്ലാസ് പാസ്സാകാത്ത CM രവീന്ദ്രൻ ഇപ്പോൾ ആനന്ദ സാറിനോട് ഞാൻ പറയുന്നു, M ശിവശങ്കരൻ എന്ന് പറയുന്ന IAS ഒപ്പം ശമ്പളം മേടിക്കുകയാണ്. സാവേ, ഈ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആൾ കുറ്റാരോപിതനാണ്. പക്ഷെ ആൾ IAS പാസ്സായിട്ടുള്ള ആളാണ്, അയാൾ കുറ്റാരോപിതനാണ്. പക്ഷെ ഈ 10ാം ക്ലാസ് പാസ്സാകാത്ത ഈ CM രവീന്ദ്രൻ കളക്ടറെ മുകളിൽ ശമ്പളം മേടിക്കുകയാണ്. 40 വർഷക്കാലമായി പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്യുകയാണ് ഈ 10ാം ക്ലാസ് പാസ്സാകാത്ത ഇയാള്. 2006-2011 കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ ഏക ഛത്രാധിപതിയായി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അച്യുതാനന്ദന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. അന്ന് ഇയാൾക്കെതിരെ ഒരു സ്ത്രീ പീഡനം, അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ചുമായി ബന്ധപ്പെട്ടൊരു സ്ത്രീ പീഡന കേസിൽ പോലും പരാതി വന്ന് അച്യുതാനന്ദൻ അത് ഏറ്റെടുത്തിട്ട് പോലും രോമത്തെ പോലും തൊടാൻ കഴിഞ്ഞില്ല ഈ CM രവീന്ദ്രന്റെ. ആ CM രവീന്ദ്രൻ ഇന്ന് കളക്ടറേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന 40 വർഷക്കാലമായി 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളാണ്. ഓർത്തുകൊള്ളണം, കേരളത്തിൽ 35 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഈ CM രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഈ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒഞ്ചിയെത്തുന്ന ഒരു പെട്ടിക്കട മാത്രം നടത്തിയിരുന്ന ഈ CM രവീന്ദ്രൻ 40 വർഷക്കാലമായി ആര് വന്നാലും, ആര് പ്രതിപക്ഷത്തായാലും, ആര് മുഖ്യമന്ത്രി സ്ഥാനത്തായാലും, എങ്ങനെയാണ് ആനന്ദ സാഹേ അയാള് ഈ പാർട്ടി പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്നത്? അയാളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് CM രവീന്ദ്രനാണ്. CM രവീന്ദ്രന് വടകരയിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തിനെ കുറിച്ച് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ ED അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ഉള്ള അയാളുടെ സ്വത്ത് സമ്പാദനം അത്ഭുതകരമാണ്. അപ്പോൾ 10ാം ക്ലാസ് പോലും പാസ്സാകാതെ തിരുവനന്തപുരത്ത് വന്ന ഒരു മനുഷ്യൻ ഈ കേരളം പോലെ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഈ സംസ്ഥാനത്ത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 8000 MBBSകാർക്ക് ഇവിടെ ജോലിയില്ല. ആനന്ദ സാഹേ, MBBS പാസ്സായവര്. അങ്ങനെ MBBS പാസ്സാകാതെ 8000-ലധികം ആളുകൾക്ക് ജോലിയില്ല എന്ന് ഇക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത CM രവീന്ദ്രൻ ഇവിടെ വന്ന് IASകാർക്കൊപ്പം ശമ്പളം മേടിച്ച് ഇവിടെ ഇരിക്കുന്നുവെന്ന് പറയുന്നത് ആനന്ദ സാഹേ നെഞ്ചത്ത് കൈവച്ച് പറയണം. ഇതിനൊന്നും ന്യായീകരിക്കാൻ പോവരുത്. സഖാവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരെ ഈ കേരളത്തിലുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ പോയി ഇങ്ങനെ നാണം കെട്ട് തൊലി ഉരിയരുത്.